ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നാളെ മോളുടെ ബർത്ത്ഡേയാ. ഈ തിക്കിലും തിരക്കിലും ഞാനതങ്ങ് വിട്ടുപോയി. എനിക്ക് മറക്കാൻ പറ്റില്ലല്ലോ. മോളുടെ ബർത്ത്ഡേ നമുക്ക് ആഘോഷിക്കണം. അത് മ്യൂസിക് സ്കൂളിൽ തന്നെ ആവാം അല്ലേ അടുത്തി? മോളെ കണ്ടെത്തിയതിനു ശേഷമുള്ള ആദ്യത്തെ ബർത്ത്ഡേ. ശ്യാമയും മോള് ഒന്നിച്ചു നിന്ന് ആഘോഷിക്കണമെന്ന് എന്റെ ആഗ്രഹം. പക്ഷേ എല്ലാം തുറന്നു പറഞ്ഞിട്ട് അത് നടക്കില്ലല്ലോ. ശരിയാ. നാളെ മോളോട് നേരത്തെ സ്കൂളിൽ വരാൻ പറയണം. അവള് വരുമ്പോ സ്വീകരണം ഏർപ്പാട് ചെയ്യണം. അവൾക്കത് വലിയൊരു സർപ്രൈസ് ആയിരിക്കണം. പിന്നെ സദ്യ, കുഞ്ഞുങ്ങൾക്കുള്ള സമ്മാനങ്ങൾ, അങ്ങനെ എല്ലാം വേണം. അതൊക്കെ ഞാൻ അറേഞ്ച് ചെയ്തോളാം, ശ്യാമ പേടിക്കണ്ട. ഇത്രയും ദിവസം മോളുടെ ബർത്ത്ഡേ ആയിരിക്കുമ്പോ ഞാൻ ഏതെങ്കിലും ക്ഷേത്രത്തിലായിരിക്കും. സങ്കടം കൊണ്ട് മുഖം നേർത്ത് ആരെയും നോക്കാൻ പോലും കരുത്തില്ലാതെ കരഞ്ഞു. പക്ഷേ ഇപ്പൊ അങ്ങനെയല്ല. അവൾ എന്റെ കൂടെയുണ്ട്. എനിക്ക് എന്റെ മോളുടെ സന്തോഷം കാണണം. പക്ഷെ ഷാമി, ഒരു പ്രശ്നമുണ്ടല്ലോ. എന്റെ അടുത്ത് വേറൊന്നുമില്ല. അവളുടെ ബർത്ത്ഡേ നമ്മളോട് പറഞ്ഞിട്ടില്ല. നമ്മളെങ്ങനെ അറിഞ്ഞെന്ന് ചോദ്യം വരില്ലേ? അങ്ങനെ ചോദിക്കില്ല. അവൾ അനാഥയെന്നല്ലേ അവള് വിശ്വസിക്കുന്നേ. അപ്പൊ പിന്നെ ജനിച്ച ദിവസത്തെ കുറിച്ച് വലിയ അറിവൊന്നും ഉണ്ടാവില്ലല്ലോ. പിന്നെ എന്തെങ്കിലും ചോദിച്ചാ നമ്മള് ഒരു ദിവസം തിരഞ്ഞെടുത്ത് ആഘോഷിക്കുന്നു എന്ന് പറയാം. അതുപോലെ മതി. അടുത്ത വർഷമെങ്കിലും അവൾ എന്റെ മകളായിട്ടും ഞാൻ ശ്യാമയായിട്ടും ഈ ആഘോഷം നടക്കണം. അതൊക്കെ നടക്കും. അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും ഐശ്വര്യം ഉണ്ടാക്കി തരുന്നുണ്ടല്ലോ. അമ്മയും മോള് എത്രയും പെട്ടെന്ന് ഒരുമിക്കട്ടെ. ഹലോ അച്ഛാ. എന്താ മോളെ, ഇന്നത്തെ ദിവസം അച്ഛനൊരു വിളി പ്രതീക്ഷിച്ചിരുന്നു. നാളെ മോളിങ് എത്തില്ലേ? അതിന് നാളത്തെ ദിവസത്തിന് എന്താ പ്രത്യേകത? ഒരു പ്രത്യേകതയില്ലേ? സാധാരണ എല്ലാ വർഷവും ഈ ദിവസം അച്ഛൻ എന്റെ കുട്ടിയെ അടുത്ത് പിടിച്ചിരുത്താറുണ്ട്. എന്നിട്ട് എന്തെങ്കിലും ആഗ്രഹമുണ്ടോ എന്റെ കുട്ടിക്ക് എന്ന് ചോദിക്കും. സോറി അച്ഛാ, നാളെ എന്റെ ബർത്ത്ഡേ അല്ലേ. ജന്മദിനാണോ എന്ന് അറിഞ്ഞൂടാ. അച്ഛന്റെ കയ്യിൽ നിന്നെ കിട്ടിയ ദിവസം അതല്ലേ ജന്മദിനായിട്ട് ആഘോഷിക്കുന്നത്. ഞാൻ പരാതി ഒന്നും പറയുന്നില്ല. കണിമംഗലത്തെ കാര്യങ്ങളും മ്യൂസിക് സ്കൂളിലെ കാര്യങ്ങളൊക്കെ ആയിട്ട് എന്റെ മോള് തിരക്കില്ലല്ലേ. ഒരു കാര്യം ചെയ്യും, നാളെ രാവിലെ തന്നെ പ്രിയങ്കയും അരുണിനെയും കൂട്ടി ഇങ്ങോട്ട് പോരൂ. അച്ഛൻ വേണ്ടതെല്ലാം ഇവിടെ ഒരുക്കി വെച്ചോളാം. അച്ഛാ, വരണിവിടെ ഇല്ല. ഏട്ടത്തിയുടെയും ഏട്ടന്റെയും ഒപ്പം എസ്റ്റേറ്റിൽ പോയിരിക്കാം. അതിനെന്താ, ഞാൻ അയാളെ വിളിക്കാം. അയാൾ പറഞ്ഞെത്തില്ലേ? വേണ്ട, വരുണിനെ അച്ഛൻ വിളിക്കണ്ട.